നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച ഇന്നും ലോക്സഭയിൽ തുടർന്നു. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. പതിവ് പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം രാജ്യം കാതോർത്തിരിക്കുകയായിരുന്നു. കാരണം ലോക്സഭയിൽ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു പ്രതിപക്ഷം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അവർ നേരത്തെ തന്നെ ആരോപിച്ച് പഴകി തുരുമ്പിച്ച ചില ആരോപണങ്ങളാണ് ലോക്സഭയിൽ ഉന്നയിച്ചത്. അതായത് പ്രിയങ്ക ഗാന്ധി അടക്കം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിനെയും അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സുരക്ഷ എന്തുകൊണ്ട് ഉറപ്പുവരുത്തിയില്ല, എന്തുകൊണ്ടാണ് ഈ ഇൻ്റലിജൻസ് ഫെയിലുവർ ഉണ്ടായത്, എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യങ്ങൾ വീണ്ടും ഇന്നും രാഹുൽ ഗാന്ധിയും സംഘവും ആവർത്തിച്ചു. ഇതിനെതിരെ അതിശക്തമായ മറുപടിയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് എന്ന് തന്നെ പറയണം. അതായത് അദ്ദേഹം ഈ പ്രസംഗം ആരംഭിച്ചത് തന്നെ കോൺഗ്രസിനെ ട്രോളിക്കൊണ്ടായിരുന്നു. അതായത് ഇന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിയുമ്പോൾ അതിനുവേണ്ടി രാജ്യം ഉപയോഗിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യ മിസൈലുകളും മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോണുകളുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അതായത് അതിൻ്റെ അർത്ഥമെന്നത് കോൺഗ്രസ് ഭരണകാലത്തെ പോലെയല്ല. കോൺഗ്രസ് ഭരണകാലത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആയുധങ്ങൾക്ക് വേണ്ടി യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മിസൈലുകൾ, മറ്റ് ആയുധങ്ങൾ, ഇതിനെല്ലാം ആശ്രയിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളെ ആയിരുന്നു. ഒന്നും തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. രാജ്യം ഒരു കാരണവശാലും അതിൽ ആത്മനിർഭരത കൈവരിച്ചിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളാണ് ശത്രുവിനെ സംഹരിക്കുന്നത്. പാകിസ്ഥാനെ അതിശക്തമായ തിരിച്ചടി നൽകാൻ ആ ആയുധങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ചോദ്യങ്ങളെ അദ്ദേഹം ഇന്ന് കണക്കറ്റ് പരിഹസിച്ചു. അതായത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ 193 ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിലുണ്ട്. ഈ 193 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. മറ്റെല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്കുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോകത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാജ്യത്തെ ധീരന്മാർ പാകിസ്ഥാന്, അതായത് ശത്രു രാജ്യത്തിന് നൽകിയ മറുപടിയെ അംഗീകരിക്കാത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും അതിന് ജനങ്ങൾ അവരെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം അതിലൊരു അല്പം ചരിത്രം കൂടി ചികഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ആദ്യമായി ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് മോദി ഭരണകാലത്താണ്. ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചവരാണ്. അതായത് എവിടെയാണ് ആക്രമണം നടത്തിയത്, എന്താക്രമണം നടത്തി, അതിന് തെളിവ് തരൂ എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് തെളിവ് ലഭിച്ചപ്പോൾ, അതായത് പാകിസ്ഥാൻ തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷം പിന്നീട് പറഞ്ഞത് തങ്ങളുടെ ഭരണകാലത്തും ഈ പറയുന്ന പോലെ സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും വലിയ കാര്യമല്ല, തങ്ങളുടെ ഭരണകാലത്തും 10-15 സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വീമ്പിളക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്ന് മോദി പറഞ്ഞു. മാത്രമല്ല, അതിനുശേഷം ബലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. അതിൻ്റെ ഫോട്ടോ കാണിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പിന്നീട് അഭിനന്ദൻ വർദ്ധമാൻ പിടിയിലായപ്പോൾ മോദി പരാജയപ്പെട്ടു എന്നവർ വിചാരിച്ചു. അതായത് പ്രധാനമന്ത്രി ഈ അഭിനന്ദൻ വർദ്ധമാനെ പുറത്തിറക്കൂ, കാണാം എന്നായിരുന്നു അവരുടെ നിലപാട്. അതിനുശേഷം അഭിനന്ദൻ വർദ്ധമാൻ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ നടത്തപ്പോൾ തന്നെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ചോദിക്കുന്നു. അവിടെ ഒരു BSF ജവാൻ ഈ സമയത്ത് പിടിയിലാകുന്നു. ആ BSF ജവാൻ എന്തു പറ്റും എന്നൊരു ആശങ്ക പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. പക്ഷേ ആ ജവാൻ അടക്കം എല്ലാവരും സുരക്ഷിതമായി തിരിച്ചെത്തി. ഇങ്ങനെ വലിയ വലിയ വിജയങ്ങൾ രാജ്യം നേടുമ്പോൾ അതിനെതിരെ ഉള്ള പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. എക്കാലത്തും രാജ്യവിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ലോകത്തിലെ ഏറ്റവും വലിയ നുണയൻ എന്ന് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചുകൂടെ എന്നൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത് ചോദിച്ചതാണ്. അതിന് കൃത്യമായ മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി. അതായത് പക്വതയാർന്ന മറുപടിയായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനാണ് ഇന്ത്യക്ക് മുന്നിൽ വീണ് കേണ് അപേക്ഷിച്ചത്. ധാരാളം അടി കിട്ടി, തിരിച്ചടി വളരെ ഭംഗിയായി കിട്ടി, ഇനിയെങ്കിലും നിർത്തൂ എന്നൊരു അപേക്ഷയായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ നിർത്തിയത്. മാത്രമല്ല, ഇന്ത്യ അതിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി, അതിൻ്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി തന്നെ നേടി. മാത്രമല്ല, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും, അത് അവസാനിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വ്യവസ്ഥ അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്. അതല്ലാതെ
അല്ലാതെ ഒരു ലോക നേതാവും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഡൊണാൾഡ് ട്രംപിനുമുള്ള ഒരു മറുപടിയാണ്. ഒന്നിലധികം തവണ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വെടിനിർത്തലിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ട് എന്ന ഒരു പ്രചരണം നടത്താനാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചത്. അതിനൊരിക്കൽ കൂടി പ്രധാനമന്ത്രി മറുപടി കൊടുത്തിരിക്കുന്നു, വ്യക്തമായ ഭാഷയിൽ തന്നെ. അതിൽ ആശങ്കയ്ക്കൊന്നും ഇനി ഇടയില്ല. വളരെ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു, ഒരു ലോക നേതാവിനും ഇത് ഇടപെടാൻ സാധിച്ചിട്ടില്ല. ഒരു ലോക നേതാവും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാഹസം ഉണ്ടാക്കിയാൽ അത് കൃത്യമായി തന്നെ നേരിടും എന്ന്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോലും അദ്ദേഹം കളിയാക്കി. അതായത് ഈ സ്വിമ്മിംഗ് പൂളിൽ നീന്തുമ്പോഴാണ് ഇന്ത്യ ആക്രമിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞത്, ഇന്ത്യയെ തിരിച്ചടിക്കാനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും ഇന്ത്യ തിരിച്ചടിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന് ബെഞ്ചുകളെ നോക്കി പറഞ്ഞു, പ്രതിപക്ഷ ബെഞ്ചുകളെ നോക്കി പറഞ്ഞു. മാത്രമല്ല, ഈ കോൺഗ്രസ് ഭരണകാലത്ത് പ്രതിരോധ ഉൽപ്പാദന രംഗം അത് വളരെയധികം ശുഷ്കമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെ, അതായത് ഈ വാളും പരിചയം ഉപയോഗിച്ച് ലോകം യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അതുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ആ മേഖല തന്നെ തകർന്നുപോയി. ഇപ്പോഴതല്ല സ്ഥിതി. പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് വലിയ മുന്നേറ്റം ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഉൽപ്പാദന രംഗത്തും അഴിമതി എന്ന സാധനം തന്നെയില്ല. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അങ്ങനെയല്ല. POK എന്തുകൊണ്ട് പിടിച്ചില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നത്. ആ ചോദ്യം തനിക്കാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത് എന്ന് പ്രധാനമന്ത്രി മറുപടി പറയുന്നു. അങ്ങനെ ചരിത്രത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ, ഒരു നഷ്ടവും വന്നിട്ടില്ല സൈന്യത്തിന്, ഒരു വിമാനവും വീണിട്ടില്ല. മാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഒരു ലോക നേതാവും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ രാജ്യം സുശക്തമായ നിലയിൽ തന്നെയാണ്. ലോകത്തിൻ്റെ പിന്തുണ രാജ്യത്തുണ്ട് എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഭാരതത്തിൻ്റെ നേർക്ക് ഈ രീതിയിൽ നോക്കാൻ ഒരു ശത്രു രാജ്യത്തിനും കഴിയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭരണപക്ഷത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ മുടന്തൻ ന്യായങ്ങളെയെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പതിവ് ശൈലിയിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. നിശബ്ദരായി പോയി പ്രതിപക്ഷ ബെഞ്ചുകൾ എന്ന് തന്നെ ഈ മണിക്കൂറുകൾ നീണ്ട ഈ പ്രസംഗത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.